അയാൾക്ക് എങ്ങനെ അറിയാം എൻ്റെ അമ്മാവിൻ്റെ മോനെ? എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ ഞാൻ എവിടെ പറയുന്നതിൽ എനിക്കൊരു നാണക്കേടില്ല. എൻ്റെ അമ്മാവിൻ്റെ മോനുണ്ടായിരുന്നു. അവൻ ആദ്യമായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സെക്സ് ചെയ്യാനായി എന്നോട് എൻ്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഈ ചാനലിൽ കൂടെ കണ്ടിട്ടല്ലേ അയാൾ എന്നെ അറിയുന്നത്. നമ്മുടെ എറണാകുളത്തുള്ള ട്രാൻസ്ജെൻഡറാണ് വിഷമം കൂടുതൽ. ഈ കിളവിന് വേറെ പണിയൊന്നുമില്ലേ? എന്താണ് ഈ വിളിച്ച് പറയണത് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. അവളുടെ പേര് ഞാൻ പറയാം, പേര് പറയാൻ എനിക്ക് അവൾ പറയണതിന് എനിക്കൊരു മടിയില്ല. സർജറി ചെയ്യാനൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. ഇപ്പം എനിക്ക് പല ഇൻ്റർവ്യൂകാർ വന്നപ്പോൾ ഇവർ ഈ എറണാകുളമുള്ള ഈ ട്രെയിനുകളെല്ലാം വിലക്ക് ചെയ്തു. ഇവർക്ക് എന്തായിരുന്നു കൊണ്ട് കിട്ടുന്നത്? ഈ സംഘടന ഉണ്ടായ സമയത്ത് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ പൊത്തിനകത്ത് കയറിയിരിക്കുകയായിരുന്നു. ഒരു ചാനലുകാരുടെ അടുത്തോ ഒരു പത്രക്കാരുടെ അടുത്തോ ഒരു ടി വിക്കാരുടെ അടുത്തോ ഇവരൊന്നും വന്നിട്ടില്ല. ഇപ്പം ഇവർ കുറേ സർജറി ചെയ്തിട്ട് ഇപ്പോൾ ഇവർ ഈ കിടന്ന് തോന്നിവാസം കാണിക്കുന്നതിൽ എനിക്ക് യാതൊരു ഇതുമില്ല. എന്തോരം വേദന അനുഭവിക്കണമെന്ന് അറിയാമോ? ഈ സർജറി കഴിഞ്ഞിട്ട് പിന്നെ ഇവരെന്തിനും ഈ ആത്മഹത്യ ചെയ്യുന്നത്? അവർക്ക് പിന്നെ യൂറിൻ പാസ് ചെയ്യാൻ പറ്റാനുള്ള വയറുവേദന, ശരീരം വേദന, അവിടെ വേദന, ഇത് വേദന എന്ന് പറഞ്ഞിട്ടാണ് ഇവർക്ക് സഹിക്കാൻ വയ്യാതെ ആകുമ്പോഴാണ് ഇവർ ആത്മഹത്യ ചെയ്യുന്നത്. ഞാൻ കേട്ടിട്ട് എനിക്ക് 15 രൂപ സാലറി കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. കാശുള്ളവർ ഒരു സെക്ഷൻ, കാശില്ലാത്തവർ വേറൊരു സെക്ഷൻ, സർജറി ചെയ്യാത്തവർ വേറൊരു സെക്ഷൻ. അങ്ങനെ കാശിൻ്റെ ഇതൊന്നും കാണിക്കരുത്. ഞാൻ പറഞ്ഞത് ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ കൂട്ടമുള്ള ആൾക്കാർക്കാണ് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് വരുന്നത്. സർജറി ചെയ്തവർ ബാത്റൂമിൽ കയറും, ലേഡീസിൻ്റെ ബാത്റൂമിൽ കയറുന്നതിന് കുഴപ്പമില്ല, സർജറി ചെയ്തുകൊണ്ടോ ഇല്ലയൊന്ന് അന്വേഷിക്കണം, അത് നാട്ടുകാർ നോക്കണമെന്ന് പറഞ്ഞു. അത് ശരിയാണോ? സർജറി ചെയ്തെന്നോ ചെയ്യാതാണോ ചെയ്യാത്തതെന്ന് പറഞ്ഞ് ഈ ബാത്റൂമിലിരിക്കുന്നവർ വന്ന് നമ്മുടെ ഡ്രസ്സ് മാറ്റി നോക്കാൻ പറ്റുന്ന കാര്യമാണ്? കാശുള്ളവർ മാത്രം ജീവിച്ചാൽ മതിയോ? അല്ലെങ്കിൽ സൗന്ദര്യമുള്ളവർ മാത്രം ജീവിച്ചാൽ മതിയോ? അങ്ങനെയല്ല, നമ്മളെല്ലാവരും ഒന്നാണെന്ന് ഞാൻ അങ്ങനെയാണ് കണ്ടേക്കുന്നത്. ശാന്തി വാസുദേവാണ് എന്നോടൊപ്പം ഉള്ളത്. ചേച്ചി നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഇന്റർവ്യൂ അങ്ങ് കയറി വൈറലായി, അതിനകത്തെ കോമഡികളൊക്കെ കാണാമായിരുന്നു. ചേച്ചി പറഞ്ഞ അമ്മാവൻ്റെ മകൻ ദ്രോഹിച്ച ആ ഒരു ഇതുണ്ടല്ലോ, അത് പലയിടത്തും കട്ട് ഷോട്ടായിട്ട് പോയിട്ട് ട്രോളെന്ന് ചോദിച്ചാൽ അന്യായ ട്രോള്. എൻ്റെ അമ്മാവൻ്റെ മോനുണ്ടായിരുന്നു. അവൻ ആദ്യമായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എന്നോടായിട്ട് സെക്സ് ചെയ്യാനായി എന്നോട് എൻ്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവന് എന്തൊക്കെ ചെയ്തത് എനിക്കറിയത്തില്ല. ഞാൻ നോക്കുമ്പോൾ അവൻ ചോരയൊക്കെ ആയിട്ട് ഇറങ്ങി പോകുന്നതാണ് ഞാൻ കാണുന്നത്. ഞാൻ സമ്മതിച്ചില്ല അന്ന് സെക്സ്. എൻ്റെ അമ്മാവൻ്റെ മോനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് അങ്ങനെ ഒരു ഇതില്ലായിരുന്നു. നമുക്കിഷ്ടമുള്ളവരോടല്ലേ നമ്മൾ ഇരിക്കുള്ളൂ. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നെന്നും പറഞ്ഞ് എന്നെ കളിയാക്കുന്നു, ചേച്ചിയെ കളിയാക്കുന്നു. അതായത് അവരവരുടെ ജീവിതം പറയുമ്പം കേൾക്കുന്നവർക്ക് അതൊരു തമാശയാണ്. ഇപ്പം തന്നെ ചേച്ചി എന്നോട് കുറേ നാളായി ശരണി എനിക്ക് കുറേ പറയാനുണ്ട് എന്ന് പറയുന്നത്. എന്താ ചേച്ചിക്ക് ശരിക്കും പറയാനുള്ളത്? ഇന്നാള് ഞാനും കണ്ടത് ഒരാളിട്ടിരുന്നു, എനിക്കറിയാം അമ്മാവൻ്റെ മോനെ എനിക്കറിയാം എന്ന് പറഞ്ഞ ഒരാൾ ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അയാൾക്ക് എങ്ങനെ അറിയാം എൻ്റെ അമ്മാവൻ്റെ മോനെ? നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് നമ്മൾ പറയുമ്പോൾ ഇവരെന്ത് അവരങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോണ്ടല്ലോ അവരതങ്ങനെ പറയുന്നത്. എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ ഞാൻ എവിടെ പറയുന്നതിൽ എനിക്കൊരു നാണക്കേടില്ല. എൻ്റെ അമ്മാവനെ എന്നെ എങ്ങനെ അയാൾക്കറിയാം? ഈ ചാനലിൽ കൂടെ കണ്ടിട്ടല്ലേ അയാൾ എന്നെ അറിയുന്നത്. പിന്നെ അയാൾ ഈ പറഞ്ഞിട്ട് ഫോട്ടോ എടുത്തോ എനിക്കറിയാം, അവനറിയണതാ എന്ന് പറഞ്ഞ ഒരാൾ ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിനകത്തൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാന്ന് വെച്ചാൽ എനിക്കുണ്ടായ സംഭവം ഞാൻ പറഞ്ഞതിൽ അവനെ എത്ര കളിയാക്കിയാലും അവനും തന്നെയായിരുന്നു മോശം. അല്ല, എനിക്കൊരു മോശമായിട്ട് ഞാൻ തോന്നിയിട്ടില്ല. എനിക്കുണ്ടായ അനുഭവം ഞാൻ പറഞ്ഞു. അതിന് എന്താണെന്ന് നാട്ടുകാർക്ക് എന്താണ് കുഴപ്പം? ഒരാളുടെ ജീവിതത്തിൽ ഇത്രയേറെ യാതനകൾ താണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അതെ, മറ്റു പലർക്കും അത് കേൾക്കുമ്പോൾ അതൊരു തമാശ, അവർക്ക് കളിയാക്കാനുള്ള ഒരു വെറും ഇതാ. ഇപ്പൊ ചേച്ചി അതിനൊരു നല്ല ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ പറഞ്ഞു. ഞാൻ അനുഭവിച്ച എങ്ങനെ എൻ്റെ അമ്മാവനെ അവർക്ക് അറിയാവുന്ന. എങ്ങനെ അറിയാം? എന്നെ അറിയോ അയാൾ? ആദ്യം തന്നെ ഈ ടോൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്നെ ഈ ചാനലിൽ കൂടെ അല്ലേ കണ്ടിട്ടുള്ളൂ. എന്നെ അറിയുമോ? എന്നെ അറിയാതെ എന്നെ പറ്റിയിട്ട് പറയുന്നത് ശരിയാണോ? നമുക്ക് ഒരാളെ കളിയാക്കണമെന്ന് ഇപ്പോൾ പല ചാനലിലും ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും കളിയാക്കിക്കോട്ടെ, അല്ലെങ്കിൽ കമൻറ്റ് പറഞ്ഞോട്ടെ, അതിലൊന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഈ അമ്മാവൻ്റെ ആളെ അറിയാമെന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്തിട്ടത് അവനെങ്ങനെ അറിയാം? ഇത് വീട്ടുകാർ കണ്ടിരുന്നോ ഈ ഇന്റർവ്യൂ? എൻ്റെ വീട്ടുകാർ കണ്ടു. എൻ്റെ വീട്ടുകാരും ഒന്നും പറഞ്ഞില്ല. നിനക്ക് ഉണ്ടായ അനുഭവം നീ പറഞ്ഞതിന് എന്താണെന്ന് എൻ്റെ ഞാൻ പറഞ്ഞില്ല. എൻ്റെ ചേട്ടൻ്റെ മക്കളുണ്ട്, എൻ്റെ അനിയൻ്റെ മക്കളുണ്ട്, എൻ്റെ ചേച്ചിയുടെ മക്കളുണ്ട്. ഇവരാരും എന്തിനാണ് അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ എന്താ ഞങ്ങൾക്കത് പുറത്തിറങ്ങി നടക്കാൻ പറ്റാതില്ല, അങ്ങനെ ആ ഒരു ഇതില്ല. നിങ്ങളുടെ അനുഭവം നിങ്ങൾ പറഞ്ഞാലും ഞങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? എൻ്റെ വീട്ടുകാർ സപ്പോർട്ടാണ്, എനിക്കത് മതി. ഈ ഞാൻ പറയട്ടെ, ഈ 14 ജില്ലയുള്ളത് നമ്മുടെ കേരളത്തിൽ 14 ജില്ലയല്ലേ? 14 ജില്ലയിലും 13 ജില്ലയിലും ഉള്ള ആൾക്കാർ എനിക്ക് സപ്പോർട്ടായിട്ട് സംസാരിച്ചത്.
സപ്പോർട്ടായിട്ട് താമസിച്ചു. പെണ്ണുങ്ങൾ ഇന്ന് ഞാനൊരു അമ്പലത്തിൽ പോകുക അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ സഹോദരിമാരും അമ്മമാരാണെങ്കിലും വന്ന് മോള് പറഞ്ഞ കാര്യം നന്നായി ഉള്ളത് ജനങ്ങൾ അറിയാനാന്ന് പറഞ്ഞ് അധികം സ്ത്രീകളാണ് എനിക്ക് സപ്പോർട്ട് ചെയ്തേക്കുന്നത്. നമ്മുടെ എറണാകുളത്തുള്ള ട്രാൻസ്ജെൻഡറാണ് വിഷമം കൂടുതൽ. അവർക്കാണ് പറയണത്. ഇന്നാൾ ഒരു തിട്ടാണ് ഞാൻ അത് അവർക്കുടെ ഇത് ഡിലീറ്റ് ചെയ്തില്ല, അവർക്കുടെ ബ്ലോക്ക് ചെയ്തേക്കെ ഞാൻ. എറണാകുളത്ത് വലിയ പേര് കേട്ടവളാണ് എന്ന് പറഞ്ഞിട്ട് അവൾ പറഞ്ഞിരിക്കുന്നതെന്ന് ഈ കിളവിന് വേറെ പണിയൊന്നുമില്ലേ, എന്താണ് ഈ വിളിച്ച് പറയണത് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവൾ എന്നെ പറ്റി പറഞ്ഞതാണ്. ഞാനും അവനും കൂടി എത്ര വയസ്സിന് വ്യത്യാസം ഉണ്ടാവും, കൂടി വന്നാൽ 2-3 വയസ്സിന് വ്യത്യാസം ഞങ്ങൾ തമ്മിൽ കാണുള്ളൂ. പിന്നെ അവൻ സർജറി ചെയ്തപ്പോൾ സർജറി ചെയ്യാനൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. എന്തും പറഞ്ഞാണ് ഇവരിപ്പം ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത്? ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണത് എറണാകുളത്തുള്ള ട്രാനാണ്. അതെന്തും പറഞ്ഞാൽ എന്തെന്ന് പറഞ്ഞാന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്തത്, ഞാൻ ഇൻ്റർവ്യൂ ചെയ്തത് അവർക്ക് ദഹിക്കുന്നില്ല. അല്ല, ഇന്റർവ്യൂവിൽ എന്ത് പറഞ്ഞു? അവർ ഈ സർജറി ചെയ്തവരെ ഞാൻ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചെന്നാണ് അവർ പറയുന്നത്. ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പിന്നെ സർജറി ചെയ്ത് കാശുള്ളവർ സർജറി ചെയ്യട്ടെ. ഞാൻ പറഞ്ഞേക്കണമെന്ന് അന്നും പറഞ്ഞു. നമ്മൾ മറ്റുള്ള രീതിയിൽ ഞാൻ സംസാരിക്കുന്നില്ല. സെക്സ് വർക്കിനെ പറ്റിയാണ് അന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ അതേപ്പറ്റിയൊന്നും സംസാരിക്കുക, അത് അവരുടെ ഇഷ്ടം, അവരെങ്ങനെയാണ് കാണിക്കട്ടെ. പക്ഷെ എന്നോട് പറയുമ്പം സൂക്ഷിച്ച് വേണം പറയാൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരോട്, നിങ്ങൾ എന്നെ ഇതെന്ത് പറയുമ്പോൾ സൂക്ഷിച്ച് വേണം. ഞാൻ അടുത്ത ആരെങ്കിലും ഇൻ്റർവ്യൂവിന് വന്നു കഴിഞ്ഞിട്ട് ഞാനത് വിളിച്ച് പറയും. എനിക്ക് ഉണ്ടായ അനുഭവങ്ങൾ ഞാൻ വിളിച്ച് പറയും. അത് നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും. ഇവന് കയറി എന്നെ കിളവാന്ന് വിളിക്കുമ്പോൾ ഇവന് എത്ര വയസ്സുണ്ട്? ഈ ചേച്ചിയുടെ ആ ഇൻ്റർവ്യൂ വിട്ടതിന് ശേഷം എനിക്കും കുറേ പേരിങ്ങനെ വിളിച്ചിട്ട് അത് മോശമായി, നിങ്ങൾ വേറെ മറുത്തൊരു ഇൻ്റർവ്യൂ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ചാനലിൽ ഒരു വ്യക്തി അവരുടെ അഭിപ്രായം പറഞ്ഞതാണ്. എനിക്കതിനോട് അവരെ തിരുത്താനോ അവരോട് മുന്നോട്ട് വെക്കാനോ എനിക്ക് പറ്റില്ല. അവരുടെ അഭിപ്രായം അവർക്ക് ശരിയാണെന്ന് തോന്നുന്നിടത്തോളം കാലം എനിക്കത് പബ്ലിഷ് ചെയ്യാനേ പറ്റുള്ളൂ. അതിലെനിക്കെന്തെങ്കിലും എന്താ പറയുക ഒരു തെറ്റായിട്ട് തോന്നിയാൽ ഞാനത് ആ സ്പോട്ടിൽ നമ്മൾ അവിടെ സംസാരിക്കും, ചേച്ചി അത് അങ്ങനെയല്ലല്ലോ, ഇത് ഇങ്ങനെയാണെന്ന് ഒന്ന് തിരുത്താനെങ്കിലും ശ്രമിക്കും. ഞാൻ പറഞ്ഞു അതുപോലും ഞാൻ ചെയ്തിട്ടില്ല, പിന്നെ എന്തിൻ്റെ പേരിലാണ് എന്നൊക്കെ വെച്ചാൽ എന്നെ ഇങ്ങനെ കോൾസ് വന്നിരുന്നു എനിക്ക്. ഇവരിപ്പം എനിക്ക് പല ഇൻ്റർവ്യൂകാർ വന്നപ്പോൾ ഇവർ ഈ എറണാകുളമുള്ള ഈ ട്രെയിനുകളെല്ലാം വിലക്ക് ചെയ്ത്. ഇപ്പം ഞാനൊരു ഷോർട്ട് ഫിലിം അഭിനയിക്കാനായിട്ട് എന്നെ ഒരു ചേച്ചി വിളിച്ചായിരുന്നു. ഷൈനി എന്ന് പറഞ്ഞൊരു ചേച്ചി വിളിച്ചു. അതിൻ്റെ തിരുമങ്ക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്ലോക്കൊക്കെ ഇറങ്ങിയതാണ്. ഈ എറണാകുളത്തുള്ള പെണ്ണുങ്ങളെ അതുങ്ങളെ ഭീഷണിപ്പെടുത്തി വെച്ചേക്കുക. അത് കാരണം ഷൂട്ട് മുടങ്ങി കിടക്കുക. ഇവർക്ക് എന്താ അതിനെ കൊണ്ട് കിട്ടുന്നത്? ഈ എറണാകുളത്തുള്ള ഓരോ ആളുടെയും ഞാനൊരു കാലൊക്കെ ചെന്നിട്ട് ഒരു കാര്യം ഞാൻ പറയാൻ പോകാറില്ല. പണ്ടൊക്കെ ഈ സംഘടന ഉണ്ടായ സമയത്ത് ഞാൻ അന്നും പറഞ്ഞിട്ട് ഇന്നും പറഞ്ഞു, ഈ സംഘടന ഉണ്ടായ സമയത്ത് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ പൊത്തിനകത്ത് കയറിയിരിക്കുകയായിരുന്നു. ഒരു ചാനലുകാരുടെ അടുത്തോ ഒരു പത്രക്കാരുടെ അടുത്തോ ഒരു ടി വിക്കാരുടെ അടുത്തോ ഇവരൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഇവർ കുറേ സർജറി ചെയ്തിട്ട് ഇപ്പോൾ ഇവർ ഈ കിടന്ന് തോന്നിവാസം കാണിക്കുന്നതിൽ എനിക്ക് യാതൊരു ഇതുമില്ല. അതിൽ എന്താ അന്നൊന്നും ഇറങ്ങാന്ന് അന്ന് അവർ പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർ കാണും, എൻ്റെ നാട്ടുകാർ കാണും, എനിക്കത് നാണക്കേടാണ്. ഇപ്പം അവരെന്താ കാണിക്കുന്നത്? എന്നിട്ട് നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മേക്കെട്ട് കയറാനാണ് ഇവർക്ക് ഇത്. ചേച്ചി അതിലൊരു ചെറിയ തിരുത്തെന്ന് വേണേൽ പറയാം. ഇന്ന് കുറച്ചുകൂടെ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ട്രാൻസ്ജെൻഡേഴ്സിനെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യകാലങ്ങളിൽ ചേച്ചിക്ക് തന്നെ അറിയാലോ, ചേച്ചിയൊക്കെ ആ വന്ന കാലഘട്ടത്തിലൊന്നും ബുദ്ധിമുട്ടി. അപ്പം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ ആളുകൾക്ക് അറിയില്ല, ഇത് അജ്ഞരാണ് ഇവർക്ക്. ആ അജ്ഞത ഇപ്പം കുറേശ്ശെയൊക്കെ സോഷ്യൽ മീഡിയയുടെ ഒരു ഉപയോഗം കൊണ്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പലരും തോട് പൊട്ടിച്ചിട്ടും പുറത്ത് വരുന്നത്, ഞാൻ പറയാനുള്ളൊരു ഇത് വരുന്നത്. അല്ലാണ്ട് അന്ന് വരാത്തത് ഈ കാരണം കൊണ്ടാണെന്നല്ല. അല്ല, അന്ന് ഞാനിത് എല്ലാ ചാനലുകാരായാലും എന്തായാലും ഞാൻ അന്നും തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. അന്ന് അവർക്ക് തുറന്ന് സംസാരിക്കാനുള്ള പേടി കൊണ്ടാണ് അവർ സംസാരിക്കുന്നത്, ഞാൻ സമ്മതിക്കണം. പക്ഷെ അത് അവർ സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിയുമ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറയണ്ടേ? ഇത് അവരെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്. എനിക്ക് ഉണ്ടായ അനുഭവം ഞാൻ പറയണതിന് ഇവർക്ക് എന്താ ബുദ്ധിമുട്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഒരാളെ കുറ്റം പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇന്നലെ ഒരു ഇതിൽ ഞാൻ കണ്ടു അനുസിത്താര പറഞ്ഞത് അത് പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷമായിട്ട്. ശ്രുതി സിത്താര ഇങ്ങനെ പറഞ്ഞില്ലേ, സർജറി ചെയ്തവരും ചെയ്യാത്തവരും ഒരുപോലെയാണ്, സർജറി ചെയ്തവർ മാത്രം പൊക്കി പറയേണ്ട കാര്യമില്ല, അതും ഇതും എല്ലാം തുല്യമാണെന്ന് അവൾ ഇന്നലെ പറഞ്ഞല്ലോ. അവിടെ ആരും ഒന്നും പറഞ്ഞു കേട്ടില്ല. അതിന് അവൾ പറഞ്ഞതിൽ ഞാൻ 100% അംഗീകരിക്കുന്ന ഒരാളാണ്. എന്നെ അവൾ തന്നെ പറഞ്ഞു, എന്നെ അങ്ങനെ പോക്കണ്ട, ഞാൻ എല്ലാ സർജറിയും കഴിഞ്ഞാണ്, പക്ഷേ എനിക്ക് അങ്ങനെ ഒരിത് വേണ്ട, സർജറി ചെയ്തവരും ചെയ്യാത്തവരും ഒരുപോലെയാണ് ഞാൻ കാണണേന്ന് അവൾ പറഞ്ഞിരുന്നില്ലേ.
അതിപ്പോൾ നമ്മൾ മറ്റുള്ളവരാരെങ്കിലും പറയാനുണ്ടോ? ഇവിടെ ഇപ്പം ചേച്ചി നമ്മൾ ആദ്യത്തെ ഇന്റർവ്യൂവിൽ സംസാരിച്ച പോലെ ചേച്ചി ജോലി എടുത്തിട്ടാണ് നിൽക്കുന്നത്, അതായത് ഒരു ഹോട്ടലിൽ പാത്രം കഴുകുക. ആ ഇന്റർവ്യൂവിന്റെ ഇടയിൽ എല്ലാവരും വന്നത് പണിയെടുത്ത് ജീവിക്കുന്നവരെ കുറിച്ച് ഭയങ്കര റെസ്പെക്റ്റോടെയാണ്. അപ്പം അതായത് ആരാണെങ്കിലും പണിയെടുത്ത് ജീവിക്കുക, അല്ലെങ്കിൽ ഒരു വരുമാനം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് നമ്മളെ സംബന്ധിച്ച്. അത് ജീവിക്കുക എന്നുള്ളത്, അത് ഭക്ഷണമാണ് ഏറ്റവും അൾട്ടിമേറ്റ്. അതിന് വേണ്ടിയിട്ട് പണിയെടുത്ത് ജീവിക്കുക. ചേച്ചിയുടെ ഇന്റർവ്യൂവിലും ചേച്ചി പറഞ്ഞൊരു വ്യക്തി ശാന്തി വാസുദേവ് എങ്ങനെ ശാന്തി വാസുദേവായി, ചേച്ചിയുടെ ആദ്യത്തെ പേര് പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിരുന്നു. അവിടെ നിന്ന് ശാന്തി വാസുദേവ് എങ്ങനെയാണെന്നാണ് നമ്മളത് ഷോർട്ട് നോട്ട് ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചത്. പക്ഷെ അത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എനിക്കടക്കം കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം ചേച്ചിക്ക് പിന്നീട് കുറേ ഇൻ്റർവ്യൂ വന്നു, ഷോർട്ട് ഫിലിം വന്നു. ചേച്ചി പറഞ്ഞ പോലെ തന്നെ എങ്ങനെ പോകുന്നു പിന്നെ ഇങ്ങോട്ടുള്ള ലൈഫ്? ഞാൻ പറയണില്ലേ, ഞാൻ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊന്നും പറയണം, ഞാനിപ്പോഴും ഇതൊക്കെ ഉണ്ടെങ്കിലും ഇൻ്റർവ്യൂ വന്നു. ഇപ്പം ഒരു 5-6 മാസം മുമ്പ് കോഴിക്കോട് നിന്ന് ഒരു സാറ് വന്നായിരുന്നു ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട്, ഒരു പ്രൊഫസറാന്ന് പറഞ്ഞു. അത് വന്നിട്ട് ഇവരെല്ലാവരും കൂടി വിലക്കി ആ സാറിനെ, ആ സാറിൻ്റെ വിലക്കി ഈ എറണാകുളത്തുള്ള ഇവർ. എന്തിനാ ഒരാൾ വന്ന് എന്തെങ്കിലും നമ്മൾ പറയണത്? അവർക്ക് പേടി, അവരെ പറ്റി. ഞാൻ അവരെ പറ്റി എന്ത് പറയാനാ? അവരുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കുന്നു, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കുന്നു. പിന്നെ അന്ന് നമ്മൾ പറഞ്ഞത്, ഞാൻ പറഞ്ഞില്ല, അന്നും ഞാൻ അവരെ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? സർജറി ചെയ്തവർ ചെയ്യാത്തവർക്ക് അവരവരുടെ ഇഷ്ടം. അത് ഞാൻ അവരെ ആരെയും ഇത് പറഞ്ഞില്ല. പിന്നെ അന്ന് ഞാൻ അന്നും പറയണത് ഇന്നും പറയണത്, ഞാൻ അന്ന് പറഞ്ഞത് അവർക്ക് ബുദ്ധിമുട്ടായെങ്കിൽ ഞാൻ അതിനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയാം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ അവർ സെക്സ് വർക്കിൻ്റെ കാര്യം പറഞ്ഞത് അവർക്ക് ബുദ്ധിമുട്ടായെങ്കിൽ നമ്മളതിന് ക്ഷമ പറയാൻ തയ്യാറാണ്. ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയാലോ, നമുക്ക് അതായത് പണിയെടുത്ത് ജീവിക്കണം, ഇങ്ങനെ സെക്സ് വർക്കിന് പോവണ്ട എന്നുള്ള രീതിയിലാണ് ചേച്ചി സംസാരിച്ചത്. ഇപ്പം എല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് പണി കിട്ടണില്ല. ഇപ്പം ഞാനിത് തൃപ്പൂണിത്തുറ തന്നെ ഇപ്പോൾ എത്ര ട്രെയിനങ്ങൾ വന്ന ഒരു ഹോട്ടലിൽ പണികൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 2-3 പിള്ളേരെ ഞാൻ കണ്ടു തൃപ്പൂണിത്തുറ സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർ വന്നിട്ട് ജോലി ചെയ്യുന്നുണ്ട്. എനിക്ക് അവരെ കണ്ടപ്പോൾ സന്തോഷമായി. ഞാൻ അവരോട് ഒന്ന് സംസാരിച്ചു, അവരെന്നോട് സംസാരിച്ചു. ഞാൻ അറിയോ പോലുമില്ല, അവരങ്ങോട്ട് കോട്ടയത്തെ കൊല്ലത്തെ കൊണ്ടുള്ള പിള്ളേരാണ്. അവർ വന്നിട്ട് ഇപ്പോൾ ഹോട്ടലിൽ അവിടെ നിന്ന് പാത്രം കഴുകുന്ന ഒരാൾ അവിടെ സപ്ലൈ ചെയ്യുന്നു. ഡ്രസ്സ് ചെയ്തിട്ടാണ് വന്ന് നിൽക്കുന്നത്. സർജറി ഒന്നും കഴിഞ്ഞിട്ടില്ല. ആ പിള്ളേർ വന്ന് അവിടെ ഡ്രസ്സ് ചെയ്ത് വന്ന് ജോലി ചെയ്യുന്നതിൽ അവരെ കണ്ടപ്പോൾ ഞാൻ ചെന്ന് അവരോട് സംസാരിച്ചു. അല്ല ചേച്ചി, അത് ഓരോരുത്തരുടെയും, അന്നും ഞാൻ അവരോട് പറഞ്ഞു, അത് ചേച്ചിയുടെ അഭിപ്രായമാണ്, ചാനലിന്റെ അഭിപ്രായമല്ല. അത് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. ഞാൻ വേദനിപ്പിക്കാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, വേദനിപ്പിക്കാൻ മാത്രമൊന്നും പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞ ഈ മെട്രോയിൽ ഇത്രയും പേര് ഞാൻ പറഞ്ഞില്ല, 24 പേര് ജോലി ചെയ്തില്ല, അത്ര പേര് അവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പം എത്ര പേര് ചെയ്യുന്നു? അവർ പറയണത് ഞങ്ങൾക്കത് ജീവിക്കാൻ ഉള്ള ഇത് വരുമാനം ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നതെന്നാണ് പറയണത്. അതിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ ശമ്പളത്തിൽ തന്നെ ഇതിലും താഴ്ന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവർ അതുകൊണ്ട് വാടകയും കൊടുക്കൊണ്ട് അവർ ജീവിക്കണമുണ്ട്. അവരാവശ്യത്തിന് അവർക്ക് ഇതില്ല എന്ന് പറയുമ്പോൾ അവർ ഇതിന് പോകുന്നുണ്ട്. അതവർ സമയം പോലെ പോട്ടെ, എന്നാലും അവർ ജോലി എന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ടല്ലോ, അതിലവരോട് നമുക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാന്ന് വെച്ചാൽ അവർക്ക് ചെലവിനുള്ള കാശ് അല്ലെങ്കിൽ വാടക കൊടുക്കാനുള്ള കാശ് കിട്ടാത്തതുകൊണ്ടായിരിക്കും അവരങ്ങനെ പോണത്. ഞാൻ അടുത്തിടെ അനു മെഹർ എന്ന് പറഞ്ഞിട്ട് 2 പേരുടെ ഇൻ്റർവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടികൾ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല രീതിയിൽ സൊസൈറ്റിയെക്കുറിച്ച് ഈ ചേച്ചി പറഞ്ഞ അതേ അഭിപ്രായം പറഞ്ഞു. അതായത് ട്രാൻസിന് പുറമെ നിന്ന് നോക്കുമ്പോൾ എല്ലാവർക്കും ട്രാൻസ് ആണ്, അതിൽ സർജറി കഴിഞ്ഞവരോ കഴിയാത്തവരോ ഒന്നും സൊസൈറ്റിക്കില്ല. ഐഡന്റിറ്റി വെളിവാക്കി വന്നവരാണ്, അത് അവരാണ് തീരുമാനിക്കുന്നത് ഞങ്ങൾ സർജറി ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. അപ്പോൾ അവരതിനകത്ത് പറഞ്ഞു സർജറി ഒരു ബിസിനസ് ആണെന്ന്. ചേച്ചിക്ക് എങ്ങനെ തോന്നിയിട്ടുണ്ടോ? പിന്നെ അത് നമുക്ക് അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തോരം വേദന അനുഭവിക്കണമെന്ന് അറിയാമോ? എന്തോരം വേദന അത് കഴിഞ്ഞിട്ട് ഇവരൊക്കെ ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, ഈ സർജറി കഴിഞ്ഞിട്ട് പിന്നെ ഇവരെന്തിനും ഈ ആത്മഹത്യ ചെയ്യുന്നത്? അവർക്ക് പിന്നെ യൂറിൻ പാസ് ചെയ്യാൻ പറ്റുള്ള വയറുവേദന, ശരീരം വേദന, അവിടെ വേദന, ഇത് വേദന എന്ന് പറഞ്ഞിട്ടാണ് ഇവർക്ക് സഹിക്കാൻ വയ്യാതെയാകുമ്പോഴാണ് ഇവർ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പം പിന്നെ അത് ചെയ്യാതിരിക്കുന്നതല്ലേ? നമ്മുടെ മനസ്സാണ് നമ്മൾ ഞാൻ പറയണല്ലോ, എൻ്റെ മനസ്സാണ് ഞാൻ ജീവിക്കുന്നത്. ചേച്ചി മനസ്സുകൊണ്ടൊരു സ്ത്രീയാണ്. മനസ്സുകൊണ്ടൊരു സ്ത്രീ, ഞാനും മനസ്സുകൊണ്ടൊരു സ്ത്രീ ആയിട്ടാണ് ജീവിക്കുന്നത്. ഞാൻ ഇത് ഡ്രസ്സ് ചെയ്തിട്ട് മറ്റുള്ള പെണ്ണുങ്ങളുടെ കൂടെ പോയിട്ട് അവർക്ക് മറ്റുള്ള രീതിയിൽ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അവരും ഞാനും ഒന്നാന്നുള്ള രീതിയിലാണ് ഞാൻ പെരുമാറിയിട്ടുള്ളത്.
ഈ ആൾക്കാർക്ക് ഈ പറയുന്ന ഇപ്പം എന്നോട് ഇങ്ങനെ എതിരായിട്ട് പറഞ്ഞ ആൾക്കാർക്ക് കല്യാണം കഴിച്ച് 2-3 മക്കളുള്ളവരാണ്. അവർക്കാണ് ഈ വിഷമമുള്ളൂ. മക്കളുള്ളവർക്ക് ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ വേറെ ആർക്കും ഒരു കുഴപ്പമില്ല. അവരുടെ പേരൊന്നും ഞാൻ എടുത്ത് പറയാനുള്ള പേരെടുത്ത് കഴിഞ്ഞിട്ട് അത് ഇപ്പം ശരണ്യയ്ക്ക് മോശമാണ്, എനിക്ക് അത് ഇതാണ്, അതുകൊണ്ട് ഞാൻ ആ പേര് പറയണില്ല. പക്ഷെ അവരെന്നെ കൊണ്ട് പറയിപ്പിച്ചാൽ ഞാനത് പറയും. അതായത് ചേച്ചി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ആളുകൾ അല്ലെങ്കിൽ ആരോ ആയിക്കൊള്ളട്ടെ, അവർ ചേച്ചിയുടെ ജീവിതം വഴിമുട്ടിക്കുകയാണ് ചേച്ചി. അതെ. ഞാൻ കേൾക്കട്ടെ, എനിക്ക് 15 രൂപ സാലറി കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ സമ്പാദിക്കുന്നൊന്നുമില്ല, ഒന്നും സമ്പാദിച്ച് വെക്കുന്നില്ല. ഞങ്ങൾ ചാവുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകണില്ലല്ലോ. എന്നാൽ പോണ വഴിക്ക് ഒരു വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ പോയില്ലേ, കാര്യം കഴിഞ്ഞില്ലേ. പിന്നെ നമ്മൾ സമ്പാദിച്ച് വെച്ചിട്ട് ആർക്കാ സമ്പാദിച്ച് വയ്ക്കുന്നത്? അപ്പം എനിക്ക് 15 രൂപ കിട്ടുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, വാടക കൊടുക്കണം, എൻ്റെ ഡ്രസ്സ്, പിന്നെ മറ്റുള്ള ചിലവുകളൊക്കെ ഞാൻ അതുകൊണ്ട് നടത്തും. അതുകൊണ്ട് ജീവിക്കാൻ എനിക്കത് മതിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതുകൊണ്ട് ജീവിക്കുന്നു. അതുകൊണ്ട് ഞാൻ മറ്റുള്ള രീതിയിൽ പോണില്ല. അവർക്കതല്ല, ആഡംബര ജീവിതത്തിനൊന്നും പറ്റില്ല. ഒരു മാസം 15,000 രൂപ കിട്ടിയാൽ നമുക്ക് ആഡംബര ജീവിതം ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം അതുകൊണ്ട് അവർ അവർ പൊക്കോട്ടെ, അവർ പോകണ്ടെന്നൊന്നും ഞാൻ അന്നും പറഞ്ഞിട്ടില്ല, ഇന്നും പറയണത് ഞാൻ. പക്ഷേ എന്നെ എന്തിനു ചൊറിയാൻ വരണേന്ന് ഞാൻ ചോദിക്കാൻ. ഞാൻ എൻ്റെ ജീവിതകാര്യം പറഞ്ഞതിന് ഇവർക്ക് എന്തെത്ര വിഷമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവരോട് സംസാരിച്ചില്ലേ? ഞാൻ അതും പറയാൻ അധികം വന്നു. എൻ്റെ വീട്ടിൽ ഭീഷണിപ്പെടുത്തിയിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് ചോദിക്കാൻ വരുമെന്ന് കുറേ 3-4 ട്രാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വരൂ, ഞാൻ ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നത്, തൃപ്പൂണിത്തുറ വന്നിട്ട് ഇരുമ്പനത്ത് വന്നാൽ ചോദിച്ചാൽ ശാന്തി എവിടെ താമസിക്കുന്നത് വെച്ചാൽ അവർ വീട് കാണിച്ചു തരും. നിങ്ങൾ വീട്ടിലേക്ക് വരും, വീട്ടിൽ വന്ന് സംസാരിക്കും. പക്ഷേ എൻ്റെ വീട്ടിൽ വന്ന് സംസാരിക്കുമ്പം അവർ ആലോചിച്ചിട്ട് വേണം സംസാരിക്കാൻ. ഞാനൊരു ട്രാനാണ്, എൻ്റെ വീട്ടിൽ കയറി എന്നെ കൈകാര്യം ചെയ്യാൻ വന്നു എന്നും പറഞ്ഞ് ഞാൻ കടലാസ് കൊടുക്കും, ഞാൻ കേസ് കൊടുക്കും. ഈ പറഞ്ഞ ആൾക്കാരെല്ലാവരുടെയും പേരിൽ ഞാൻ കേസ് കൊടുക്കും. ഞാൻ അവർക്കൊരു ദ്രോഹം ചെയ്തില്ല. പിന്നെ അവരെന്തിനാ എന്നെ ഭീഷണിപ്പെടുത്തുന്നേ? എന്നെ പല പ്രാവശ്യമായിട്ട് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ ആൾക്കാരുണ്ട്. എന്താണ് പറയുന്നത്? അവർ പറയണത് നിങ്ങൾ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. ചെയ്യാൻ ധൈര്യമുള്ളവർ വരട്ടെ. ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിനാണോ ഇത്രയും പ്രശ്നമാവുന്നത്? അതുകൊണ്ട് സെക്സ് വർക്ക് ചെയ്യാണ്ട് ജീവിക്കാമല്ലോ എന്നുള്ളത് അത് പറഞ്ഞാലാണ് ഇവർക്ക് ഇതാകുന്നത്. എങ്കിൽ അത് ചേച്ചിക്ക് അതിപ്പം അങ്ങനെ ഒരു സന്നസിൽ വെച്ചിട്ട് അത് ചിലർക്ക് വേദനിച്ചിട്ടുണ്ടാവാം. അതിന് ചേച്ചി മാപ്പ് പറഞ്ഞാൽ തീരാതെ പ്രശ്നമേ ഉള്ളെങ്കിൽ അല്ലെ അവരെന്നോട് വിളിച്ച് പറയാം, ശാന്തി നിങ്ങളത് പറയരുത്, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്നാൽ അവർക്ക് എന്നോട് പറയാം. പക്ഷെ ഭീഷണിയുടെ സ്വരം പാടില്ലല്ലോ. ഇപ്പം ഞാനൊരു തെറ്റ് ചെയ്താൽ നിങ്ങളോട് മാപ്പ് പറയേണ്ടത് എൻ്റെ ചുമതലയാണ് അല്ലേ? ഇപ്പം നിങ്ങൾക്ക് വേദനിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ഒരു രീതിയിൽ ഞാൻ സംസാരിച്ചുകൊണ്ടെങ്കിൽ നിങ്ങളോട് അത് ക്ഷമ പറയേണ്ടത് എൻ്റെ മര്യാദയാണ്. എൻ്റെ മര്യാദ അതാണ്. അല്ല, ഇപ്പം ചേച്ചി പറഞ്ഞത് ചേച്ചിയുടെ അഭിപ്രായമാണ്. അത് ചിലവർക്ക് വേദനിച്ചിട്ടുണ്ടാവും. അങ്ങനെ പോലും മനുഷ്യർ വേദനിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ നമ്മൾ. അതെ, നമ്മുടെ ശരികൾ ചിലപ്പോൾ മറ്റൊരാളുടെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ നമ്മളത് മോശമാണല്ലോ. അതിനല്ലേ ഇവർ പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരും, എൻ്റെ നമ്പർ അറിയാം. ഈ സാറ് ഞാൻ പറഞ്ഞില്ല, കോഴിക്കോട് വന്ന സാറ് നമ്മുടെ കൂടെയുള്ള ട്രാനോട് എൻ്റെ നമ്പർ ചോദിച്ചു. ഈ 14 ജില്ലയിലും എൻ്റെ നമ്പർ അറിയാവുന്ന ഒരു കുഞ്ഞുങ്ങളും ഇല്ല അറിയാൻ മേലാത്ത. എന്നിട്ട് അവർ പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ടോ? എനിക്കറിയില്ല കേട്ടോ, എനിക്ക് അവരുടെ നമ്പർ അറിയില്ല കേട്ടോ എന്ന് പറഞ്ഞു. ആ സാറ് ചോദിച്ചപ്പോൾ പേര് കേട്ട വലിയ ആളാണത്, തൃശ്ശൂരുള്ളതാണ്. അപ്പോൾ അത്ര വരെ നമ്മളെ ദ്രോഹിക്കുന്നുണ്ട് അവർ. ആ സാറ് എന്നിട്ട് അന്വേഷിച്ച് പിടിച്ച് എൻ്റെ വീട്ടിൽ വന്നു, ഇൻ്റർവ്യൂ ചെയ്തു. അയാളെ കൊണ്ട് പറ്റാത്ത സാമ്പത്തികം എനിക്ക് തന്നു. എനിക്ക് അന്ന് ഇതായിട്ട് ഓണത്തിന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു സെറ്റ് സാരി മേടിച്ച് തന്നു. അയാൾ വന്നു, വീട്ടിൽ വന്ന് അന്ന് എല്ലാവരും ഇൻ്റർവ്യൂ ചെയ്തോളൂ. പക്ഷേ എൻ്റെ വീടും ഞാൻ താമസിക്കുന്ന സ്ഥലവും എല്ലാം ഫോട്ടോ എടുത്ത് കൊണ്ടുപോയി ആ സാറ്. ഇവരിത് നിർത്തില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഈ ഷോർട്ട് ഫിലിം അവരെല്ലാവരും കൂടി തടഞ്ഞു വെച്ചിരിക്കുന്ന ആ ചേച്ചീനെ പേടിപ്പിച്ച് വെച്ചേക്കുവാണ്. ചേച്ചി അത് ചെയ്യരുത്, ചേച്ചി അത് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നും പറഞ്ഞിട്ട്. എൻ്റെ ജീവിതചരിത്രമാണ് ഷോർട്ട് ഫിലിം എടുക്കുന്നത്. ഞാൻ എങ്ങനെയായിരുന്നു, എന്തായിരുന്നു, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ളതാണ്. അത് നിങ്ങൾ ചാനൽ നോക്കിയാൽ കാണാം. അതിൻ്റെ ഇത് കലണ്ടർ വരെ ഇട്ടതാണ് ഇവർ, തിരുമങ്ക എന്നും പറഞ്ഞിട്ട്. എൻ്റെ ഫോട്ടോ വരെ വന്നതാണ്. അത് ഇവർ മുടക്കി വെച്ചേക്കുക. ഞാൻ ഇവരുടെ എന്തെങ്കിലും കാര്യത്തിന് മുടക്കിന് കല്യാണം ഉണ്ടോ?
ചെല്ലുന്നുണ്ടോ? ഇല്ല. ആദ്യ കാലങ്ങളിൽ ചേച്ചിയുടെ ഇൻസ്റ്റാ പേജിൽ ഭയങ്കര രസമായിട്ടൊക്കെ ഉള്ള, പക്ഷെ ഇപ്പൊ ചേച്ചി ഇങ്ങനെ പറയുന്നു, എൻ്റെ കൂടെ ഇന്ന് അമ്പലത്തിൽ ആരാ വരുന്നത്, എന്നെ കണ്ടവര് ഇന്ന് ഞാൻ തൃപ്പൂണിത്തറ അല്ലെങ്കിൽ ഇന്ന അമ്പലത്തിൽ വരുന്നുണ്ട്, എൻ്റെ കൂടെ ആര് വരുന്നു എന്നൊക്കെ ചേച്ചി ഇങ്ങനെ രസകരമായിട്ട് ഇടാറുണ്ട്. അതെന്തിന്റെ ചുമ്മാ തമാശ രൂപേണ ഇടുന്ന? ഞാൻ തമാശ ഇടാറുണ്ട്. അതൊരു നേരം പോക്കല്ലേ, നേരം പോക്കിന് ഇടാറുണ്ട്. അപ്പൊ ആരെങ്കിലും ഒക്കെ വന്ന് അമ്പലത്തിൽ ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് സെൽഫി എടുക്കാറുണ്ട്. അധികം പെൺകുട്ടികളെ വന്നിട്ട് സെൽഫി എടുക്കുന്നതും ഒക്കെ ചെയ്യാറുണ്ട്. പെൺകുട്ടികൾ വന്നിട്ട് ബസ്സിൽ പോകുമ്പോഴാണെങ്കിലും പോകുമ്പോൾ ഏതെങ്കിലും ചേച്ചിമാർ കണ്ട് ആളല്ലേ അന്ന് എൻട്രി, അതെ ഇരിക്കട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പെൺകുട്ടികളും ചേട്ടന്മാരും പറയണം. കണ്ണൂരിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ചോറ്റാനിക്കര അമ്പലത്തിൽ തുടങ്ങുമ്പോൾ കണ്ണൂരിൽ നിന്ന് ഒരു ടൂറിസ്റ്റ് ബസ് വന്നിട്ടുണ്ടായിരുന്നു ചോറ്റാനിക്കര അമ്പലത്തിൽ. അന്നേരം അതിൽ കുറേ ചക്കന്മാർ വന്നിട്ട് പറഞ്ഞ് നിങ്ങളല്ലേ ശാന്തി? ഞാൻ പറഞ്ഞു അതെ. ഞങ്ങൾ കാണാറുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട് കേട്ടോ, താനിങ്ങനെ തുറന്ന് സംസാരിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളതെന്ന് പറഞ്ഞ് അവരെല്ലാവരും എനിക്ക് ഷേക്ക് ഹാൻഡ് ചെയ്യുന്ന അവരൊക്കെ ഫോട്ടോ എടുത്തിട്ട് പോയി. അപ്പോൾ ആൺപിള്ളേരും അത് അംഗീകരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ കൂട്ടമുള്ള ആൾക്കാർക്കാണ് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് വരുന്നത്. ജോലി സ്ഥലത്തെ സംബന്ധിച്ച കാര്യമാണ്. ഞാൻ ഇപ്പം അവിടെ 14 വർഷമായി ഞാനിവിടെ ജോലി ചെയ്യുന്നു. ഒരു 2 വർഷമായിട്ട് വന്ന ഒരു സ്ത്രീയാണ്, ഒരു സ്റ്റാഫാണ് അവിടുത്തെ. അവർ എന്നെ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടാണോ എന്താണോ എനിക്ക് ചീത്തപ്പേരുണ്ടാക്കാവുന്ന രീതിയിൽ അവിടെ സംസാരം ഉണ്ടായി. ഞാൻ അവരെ പറ്റിയിട്ട് ഒരു അനാവശ്യമുള്ള വാക്കുകളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ അനാവശ്യമായിട്ട് അവരെ പറ്റി പറഞ്ഞു എന്ന് പറഞ്ഞ് HR-ൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്തു. പക്ഷെ അവിടുത്തെ മാഡം നല്ലൊരു മനസ്സുള്ള സ്ത്രീ ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരെയും വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പം HR-ന് കാര്യമൊക്കെ മനസ്സിലായി. HR എന്ന് പറഞ്ഞാൽ അവരെല്ലാവരെയും അവിടെയുള്ള സ്റ്റാഫുകളെ HR പേരാണ് വിളിക്കുന്നത്. പക്ഷേ എന്നെ ചേച്ചിന്ന് HR വിളിക്കാറുള്ളത്. ആ മാഡത്തിന് എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ് HR. പക്ഷെ ഞാൻ മാഡം ഒന്നും വിളിക്കാറില്ല കേട്ടോ, HR എന്ന് തന്നെ വിളിക്കാറ്. പക്ഷെ ആ HR വരെ എന്നെ ചേച്ചിന്നാണ് വിളിക്കുന്നത്. ഇപ്പം ഇന്നലെ വന്നൊരു ആള് 2 കൊല്ലമായിട്ട് വന്ന ആള് എന്നെ അവിടെ ജോലിയിൽ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത സംസാരിച്ചവിടെ. അപ്പം ആ മാഡം സംസാരിച്ചിട്ട് പറഞ്ഞു അതവിടെ അങ്ങ് തീർത്തെന്ന് പറഞ്ഞിട്ട് അവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഞാൻ അത് പറഞ്ഞു കഴിയുമ്പോൾ HR എന്നോട് ഇതായിട്ട് ബഹളം ഉണ്ടാക്കി എന്നെ പറഞ്ഞയക്കുമെന്ന് അവരുടെ വിചാരം ഉണ്ടായത്. പക്ഷേ HR നല്ല വിദ്യാഭ്യാസമുള്ള ഒരു ആളല്ലേ, അപ്പം അവർക്ക് അതിന് പറഞ്ഞതിൽ കഴമ്പില്ല എന്ന് മനസ്സിലായിട്ടാണ് HR പിന്നെ അതിനെ പറ്റിയിട്ടൊന്നും സംസാരിച്ചില്ല. HR നല്ല രീതിയിലാണ് നമ്മുടെ HR എന്ന് തന്നെയല്ല, എൻ്റെ ഹോട്ടലിലുള്ള MD മുതൽ അവിടെയുള്ള എല്ലാ സാർമാരും എന്നോട് തമാശയായിട്ടാണെങ്കിലും നമ്മുടെ എല്ലാ സ്റ്റാഫുകളും ഞാൻ ഇത്ര കൊല്ലമായി എന്നുള്ള ഒരു ഇതൊന്നും നമുക്കില്ല. നമ്മൾ ചെല്ലുന്നു ജോലി ചെയ്യുന്നു ഇതായിട്ട്. ഇന്നലെ വന്ന ഒരാൾ എന്നെ അവിടുന്ന് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പറ്റി അവയ്ക്കാതെ പറഞ്ഞുണ്ടാക്കി. അത് ശരിയല്ലല്ലോ. ഇപ്പം ചേച്ചിയുടെ പറയുന്നുണ്ട് ട്രാൻസ്ജെൻഡർ വിഭാഗത്തെയും തന്നെയാണ് ചേച്ചിക്ക് എതിർപ്പെന്ന്. ഇപ്പം പൊതുവേ നോക്കുമ്പോൾ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു എന്താ പറയുക, സമൂഹം പൊതുവെ ചേർത്ത് പിടിക്കുന്നുണ്ട്, കൂടെ നടക്കുന്നുണ്ട്, ഒരു വ്യത്യാസമില്ലാണ്ട് നിൽക്കുന്നുണ്ട്, പലരും ഐഡൻറ്റിറ്റി തുറന്നു പറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങൾക്കിടയിൽ ഇങ്ങനത്തെ നമ്മൾ പറയല്ലോ ചക്കളത്തിപ്പോരെന്ന് പറയും, കേട്ടിട്ടില്ലേ? അത് നമ്മൾ വെറുതെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം ഇതൊരു ചാനലിൻ്റെ മുന്നിൽ പറയേണ്ട ഒരു കാര്യമല്ല, നിങ്ങൾക്ക് തന്നെ തീർക്കാവുന്നതാണ്. അപ്പോൾ കാരണം വെച്ചാൽ ഇത് കൂടുതൽ കണ്ട അവർക്കിടയിൽ എപ്പോഴും അടിയാണ് എന്നുള്ള രീതിയിലേക്ക് വരും. ചേച്ചി അതിനോട് എങ്ങനെയാ? ഞാൻ പറയണേ എല്ലാവരും മനുഷ്യന്മാരാണ്, എല്ലാവരും സ്വരുമയായിട്ട് ജീവിക്കുക. നമുക്ക് ആർക്കും ഒന്നും കൊടുക്കാനുള്ള സാമ്പത്തിക കഴിവൊന്നുമില്ല. അപ്പോൾ കാണുമ്പോൾ പരസ്പരമായിട്ട് നമ്മൾ സന്തോഷമായിട്ട് ഇപ്പോൾ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ എന്താടോ. ഇപ്പം ഇന്നാൾ ജാൻമേരി ഉണ്ടല്ലോ, ജാൻമേരിനെ കണ്ടായിരുന്നു ഞാൻ എറണാകുളത്ത്. ജാൻമണിയാണോ? ഞാൻ എറണാകുളത്ത് ഒരു കടയിൽ വെച്ച് കണ്ടായിരുന്നു. അപ്പോൾ ഓടി വന്നിട്ട് എന്നോട്, അവർ അത്ര വലിയ ഇതുള്ള ഒരാളല്ലേ, എന്നിട്ട് ഓടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ചേച്ചി സുഖമാണോ, ജോലിക്ക് പോകണ്ടോ എന്നൊക്കെ അവർ ചോദിച്ചു. അപ്പം അവരെന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചത്? അപ്പം നല്ല ആൾക്കാരും ഉണ്ട് ഇല്ലേ പറഞ്ഞ്. അതുപോലെ ഇന്നാളും ഒരു ഇത് നല്ല പേരും പ്രശസ്തിയുള്ള ഒരാളാണ് പറഞ്ഞത് അത് പറഞ്ഞത് തെറ്റല്ലേ? സർജറി ചെയ്ത് അവർ ബാത്റൂമിൽ കയറും, ലേഡീസിൻ്റെ ബാത്റൂമിൽ കയറുന്നതിന് കുഴപ്പമില്ല, സർജറി ചെയ്തുകൊണ്ടോ ഇല്ലയൊന്ന് അന്വേഷിക്കണം, അത് നാട്ടുകാർ നോക്കണമെന്ന് പറഞ്ഞ്. അത് ശരിയാണോ? സർജറി ചെയ്തിട്ടുണ്ടോ ചെയ്യാതാണോ ചെയ്യാത്തതെന്ന് പറഞ്ഞ് ഈ ബാത്റൂമിലിരിക്കുന്നവർ വന്ന് നമ്മുടെ ഡ്രസ്സ് മാറ്റി നോക്കാൻ പറ്റുന്ന കാര്യമാണോ? അത് പറഞ്ഞത് ശരിയാണോ? അവരെന്നാണ് ഈ സർജറി ചെയ്തവർ ഇത്ര മെയിനായത്?
അപ്പം നമ്മൾ തന്നെ നമ്മളെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അത് പറഞ്ഞ് ശരിയല്ലല്ലോ. ബാത്റൂമിൽ കയറുമ്പോൾ ലേഡീസിൻ്റെ ബാത്റൂമിൽ കയറുന്ന സർജറി ചെയ്തവർക്ക് മാത്രമേ പാടുള്ളൂ, മറ്റേ ട്രാനിന് കയറാൻ പാടില്ല. മറ്റേ ട്രാനുകൾ സർജറി ചെയ്യാത്തവർ ഡ്രസ്സ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരില്ലേ? അപ്പോൾ അത് അവരെ തരം താഴ്ത്തിയതല്ലേ കണ്ടത്? അങ്ങനെ തരം താഴ്ത്തി സംസാരിക്കാൻ പാടുണ്ടോ? നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ളത് വിചാരിച്ച് സംസാരിക്കണം. ഞാൻ അങ്ങനെ കണ്ടേക്കണത്. ഇപ്പോൾ സർജറി ചെയ്തവരോ ചെയ്യാത്തവരോ ഞാൻ എവിടെ വെച്ച് കണ്ട എന്നേക്കാൾ മൂത്തവരാണ് ഞാൻ ചേച്ചിന്ന് വിളിക്കാറുണ്ട്. എന്നേക്കാൾ ഇളയതാണെങ്കിൽ അവർ പേരറിയാൻ പേരെന്ന് വിളിക്കും, അല്ലെങ്കിൽ എടോ എന്ന് വിളിക്കും. ഞാൻ അങ്ങനെ വിളിക്കാറുള്ളൂ. അല്ലാതെ സർജറി ചെയ്തവരൊക്കെ മാറ്റി നിർത്തുക, സർജറി ചെയ്യാത്ത മാറ്റി നിർത്തുക, അത് അങ്ങനെ പാടില്ല. നമ്മളെല്ലാവരും ഇങ്ങനെ ജനിച്ചതാണ്, നമ്മൾ ഇതായിട്ടാണ് ജനിച്ചു. അപ്പം നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് സംസാരിക്കണം. അതല്ലേ വേണ്ടത്? ഞാനത് പറയണമെന്ന് ഓർത്തിട്ട് ഞാൻ അതാണ് അധികം ശരണ്യനെ വിളിക്കാൻ കാരണം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിടയിൽ തന്നെ ഇങ്ങനെ കാശുള്ളവരുടെ ഒരു അതാണ്. കാശുള്ളവർ ഒരു സെക്ഷൻ, കാശില്ലാത്തവർ വേറെ സെക്ഷൻ, ഈ സർജറി ചെയ്യാത്തവർ വേറൊരു സെക്ഷൻ. അങ്ങനെയാണ്. കാശിൻ്റെ ഇതൊന്നും കാണിക്കരുത്. ഇല്ലാത്തവരും എത്രയോ പാവപ്പെട്ട പിള്ളേരുണ്ട് ഇല്ലേ? എത്രയോ പാവപ്പെട്ട പിള്ളേരുണ്ട്. അവർ ഇപ്പം ഞാൻ പറഞ്ഞ എറണാകുളത്ത് പഠിക്കുന്ന കുറേ കുട്ടികളെ എനിക്കറിയാം. അവർക്ക് അവർ ഇതാണെങ്കിലും അവർക്ക് പഠിക്കാനുള്ളത്, പിന്നെ ഫീസ് കൊടുക്കണം, അവർക്ക് താമസിക്കാനുള്ളത്, ഈ ഭക്ഷണത്തിൻ്റെ ഇതൊന്നും ഇല്ലാന്നിട്ടും അവരത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ബുദ്ധിമുട്ടുന്ന പിള്ളേരുണ്ട്. എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മാത്രം. പിന്നെ അവർ എന്തോരം ബുദ്ധിമുട്ടുണ്ട്. അപ്പം അവർ അങ്ങനെ ആകുമ്പോൾ ചില സാഹചര്യങ്ങൾ അവരിങ്ങനെ ആകുന്നുണ്ട്. അവർക്ക് ജീവിക്കണ്ടേ? ആ പിള്ളേരെയൊക്കെ ഞാൻ എപ്പോഴും നല്ല കാര്യത്തിൽ എപ്പോഴും ആ പിള്ളേർക്ക് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുള്ളൂ. ആ പിള്ളേരെ എങ്ങനെ ആയിക്കോട്ടെ, അവർക്കൊരു ഇത് നേടിയെടുക്കണമെന്നുള്ളൊരു മനസ്സുണ്ടല്ലോ അവർക്ക്. അതും ഇവർ പറഞ്ഞിട്ടങ്ങ് ഇതാക്കുവാണ്. കാശുള്ളവർ മാത്രം ജീവിച്ചാൽ മതിയോ? അല്ലെങ്കിൽ സൗന്ദര്യമുള്ളവർ മാത്രം ജീവിച്ചാൽ മതിയോ? അങ്ങനെയല്ല. നമ്മളെല്ലാവരും ഒന്നാണെന്ന് ഞാൻ അങ്ങനെയാണ് കണ്ടേക്കുന്നത്. എനിക്കങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഞാൻ വലിയ വലിയ ആൾക്കാരുടെ കൂട്ടത്തിൽ ഇന്ന് വരെയിട്ട് ഒരു പരിപാടിക്ക് പോകാറുമില്ല. അവർ നമ്മളെ വിളിക്കാറുമില്ല, നമ്മളിട്ട് പോകാറില്ല. എനിക്ക് നാളെ ഒരു സംഘടനയുടെ പരിപാടി ഉണ്ടായിരുന്നു. ഓണത്തിന് ഒരു പരിപാടി ഉണ്ടായിരുന്നു. അവരെന്നെ ക്ഷണിച്ചതാണ്. വയറ്റിലെ ഇവിടെ ചമ്പക്കര വെച്ചായിരുന്നു. ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. നമ്മളവിടെ ചെന്നിട്ട് നമ്മൾ എന്താണെന്ന് പോലും അവിടെ കുറേ സർജറി ചെയ്ത കൊച്ചമ്മമാരുണ്ടായിരുന്നു. അവരെ വിളിച്ചുകൊണ്ട് പോകണു, അവരുടെ അകത്തേക്ക് കൊണ്ടുപോകണു, സ്വീകരിക്കണു. മാരിവലിൻ്റെ എന്തോ ഒരു പരിപാടിയായിരുന്നത്. അവർ വിളിച്ചുകൊണ്ട് പോകണു, അവർ സഹകരിക്കണു. നമ്മളവിടെ നിന്നിട്ട് ഏതാണ്ട് ധർമ്മക്കാരി എന്ന പോലെ നമ്മൾ ഒരു ഇതും ചെയ്യും, ഒരു ഇതുമില്ലാതെ നമ്മൾ വലിയ വീട്ടിൽ സദ്യ നടക്കുമ്പോൾ ധർമ്മക്കാർ നിൽക്കുമ്പോൾ നമ്മളവിടെ കയറി നിന്ന് ഞാൻ അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അത് കഴിഞ്ഞിട്ട് അവരെ വിളിച്ചിട്ട് ഞാൻ നല്ല വർത്താനം ഞാൻ പറഞ്ഞു അവരോട്. അവർ പിന്നെ എൻ്റെ വീട്ടിൽ വന്നിട്ട് കുറേ ഫോട്ടോ എടുക്കാനും അതിനൊക്കെ വന്നു. എന്തിനാന്ന് വന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പോയി. നമ്മുടെ വയറ്റിലെ പുറകിലെങ്ങാണ്ട് ഒരു മരുവൽ എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ ഏതാണ്ടൊക്കെ ഉണ്ട് ഇവിടേക്ക്. അപ്പോൾ അവരെന്താ കാണുന്നത്? അവരും കാണുന്നത് വലിയ വലിയ ആൾക്കാർ മതി അവർക്ക്. നമ്മളെ ആവശ്യമില്ല. പിന്നെ എന്തിനാണ് നമ്മളെ ക്ഷണിച്ചത്? നമ്മളെ ക്ഷണിച്ചിട്ടല്ലേ നമ്മൾ ചെന്നത്, അല്ലാതെ ഞാൻ പോകാറില്ല. ഞാൻ അവരോട് പറഞ്ഞു, ഇനി മേലെ എന്നെ വിളിക്കോ ഇങ്ങനെയുള്ള കാര്യത്തിന് എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞു. നമ്മളെ അംഗീകരിക്കാൻ പറ്റാത്തടത്ത് പിന്നെ നമ്മളെന്തിനാണ് പോണേ? അങ്ങനെ ആണ്. ഇപ്പം തന്നെ സോഷ്യൽ മീഡിയ ആണ് പ്രധാനപ്പെട്ടത്. ഇങ്ങനെ ഭയങ്കര എക്സിബിഷനായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന ഇടങ്ങളിലും ചേച്ചി പോവാറുമില്ല, സംസാരിക്കാറുമില്ല? ഇല്ല, ഞാൻ അങ്ങനെ പോകാറില്ല. ഇപ്പം ഞാൻ അന്ന് തന്നോട് പറഞ്ഞതുകൊണ്ടാണല്ലോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ സംസാരിച്ചത്. ഞാൻ ആരോടും അങ്ങനെ പോകാറില്ല. 2-3 പേര് വീട്ടിൽ വന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നതല്ലാതെ ഞാൻ ആരോടും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാറുമില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ലെന്ന്. എന്നാന്ന് വെച്ചാൽ നമ്മളത്രയ്ക്കും ഇവർ നമ്മളെ തരം താഴ്ത്തുന്നുണ്ട്. എല്ലാത്തിലും, എല്ലാ രീതിയിലും ഇവർ എന്നെ എന്താണ് മാറ്റി നിർത്തുന്ന ഘടകമായിട്ട് തോന്നിയത്? അത് അവർക്ക് അറിയാവുള്ളൂ, എനിക്കറിയില്ല. ഞാൻ അന്ന് ഈ ഇൻ്റർവ്യൂ കൊടുത്തതിന് ശേഷമാണ് അവരെല്ലാവരും നമ്മളോട്. മറ്റൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇത് പേൽച്ചാന്നും പറഞ്ഞൊരു സംഘടന ഉണ്ടായപ്പം അവർ എന്തൊരു കാര്യത്തിന് എന്നെ വിളിക്കണതാണ്. അവരുടെ സംഘടനയിൽ എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഡാൻസ് ചെയ്യാനോ പാട്ട് പാടാനോ കളിക്കാനോ എല്ലാത്തിനും എന്നെ വിളിച്ചുകൊണ്ടിരുന്നതാണ്.
ഇപ്പം അവരെന്നെ വിളിക്കാറുമില്ല, ഇതൊന്നുമില്ല. ഉം, ഉം, അവരെന്നോട് സംസാരിക്കും, ഞാൻ അവരോട്ട് പോകാറുമില്ല. ഉം, അതിലിപ്പം ഇപ്പം അന്നത്തെ എന്ന് പറഞ്ഞാൽ അന്ന് അതിനകത്ത് എല്ലാ സംഘടനകളെല്ലാം നടത്തിക്കൊണ്ട് നവാസ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. ഉം, നവാസ് ഉണ്ടായിരുന്നപ്പോൾ എന്തൊരു പരിപാടി, ഒരു ചെറിയ പരിപാടി ഉണ്ടായാലും എന്നെ വിളിക്കുമായിരുന്നു. ഉം. ആ സംഘടന ഉണ്ടായപ്പോഴത്തേക്കും ഞാനാണ് ആദ്യമായിട്ട് സാരി കൊടുത്ത് അവിടെ ചെന്നതും എല്ലാത്തിലും പങ്കെടുത്തതും. അത് കാരണം ആ സ്നേഹം വെച്ച് നവാസ് എപ്പോഴും എന്നെ വിളിക്കാറുണ്ട്, പറയാറുണ്ട്. അപ്പോൾ അത് ഇന്നാൾ ഇൻ്റർവ്യൂ ചെയ്യുന്നപ്പോഴത്തേക്കും നവാസും പറഞ്ഞു, ചേച്ചി അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് പറഞ്ഞത് ശരിയായില്ല? എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങൾ ഞാൻ പറഞ്ഞാൽ എന്താ ശരിയാകാത്തത്? ഞാൻ നിങ്ങളാരെയും ഒന്നും പറഞ്ഞിട്ടില്ല, നിങ്ങളാരെയും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ നിങ്ങൾ വേറെ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല. അന്നത്തെ നമ്മുടെ ഇന്റർവ്യൂവിന് ഹ്യൂമൻ റൈറ്റ്സിന് കംപ്ലൈന്റ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു, മനുഷ്യാവകാശ ഇതിന് കംപ്ലൈൻറ്റ് കൊടുക്കുമെന്നൊക്കെ കുറേ പറഞ്ഞതിനെ ഭീഷണിപ്പെടുത്തി. അതെന്താണെന്ന് ഇവരൊന്ന് മനസ്സിലാക്കുക. എൻ്റെ ജീവിതചരിത്രം പറഞ്ഞത് എന്താണെന്ന് ഇവർ മനസ്സിലാക്കിയിട്ട് അവർ തീർച്ചയായും. ചേച്ചി എന്ന് പറയുന്ന ഒരു വ്യക്തി ചെറിയ വയസ്സിൽ, എൻ്റെ 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ് 3 പഠിക്കുമ്പോൾ ഒളിച്ചോടി പോയി സൈക്കിൾ യജ്ഞക്കാരുടെ കൂടെ ജീവിച്ച് പിന്നീട് ഇങ്ങോട്ട് അവിടെ സ്ത്രീവേഷം കെട്ടി സ്ത്രീയായി ഇപ്പോൾ ഞാനൊരു സ്ത്രീയാണെന്ന് മനസ്സാലെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളാണ്. ഓക്കെ, അത് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. സ്റ്റിൽ ഐ എം റെസ്പെക്ട് ദാറ്റ്. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും ഒരു അവസരം ഇട്ട് നടക്കുന്ന സമയത്താണെങ്കിലും ഞാൻ പെണ്ണുങ്ങളെ കൂട്ട് തന്നെയായിരുന്നു. അന്നും ഞാൻ അങ്ങനെയായിരുന്നു. ഞാൻ ഒരു ആണിൻ്റെ ഇതൊന്നും എനിക്ക് അന്നുമില്ല, ഇന്നുമില്ല. പിന്നെ ഞാനങ്ങനെ നടന്നു, ഞാനിങ്ങനെ ചെയ്തു എന്നും പറഞ്ഞിട്ട് ഇവരൊക്കെ പറഞ്ഞു. ഞാൻ ഇപ്പം വന്നേക്കണ ആൾക്കാരൊന്നും ഈ ചെറുപ്പത്തിലേ മുതൽ വന്ന് അതൊന്നും അല്ല. ഇവിടെ ഇതൊക്കെ ഇപ്പോഴാണ് ഇവരൊക്കെ ഞാൻ ഇന്നതാണെന്ന് അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയതും. അവർ വീട്ടിൽ നിന്ന് എല്ലാവരും പറയണ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നിട്ടാണ് ഇവർക്ക് എല്ലാ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞാൽ ശരിയാണ്. അതൊക്കെ സമ്മതിക്കണം. എല്ലാവരും ഒരേ വീട്ടുകാരെ പോലെ ആയിരിക്കില്ല. അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അവർക്ക് അന്ന് വീട്ടിൽ ഇത് തുറന്ന് സംസാരിക്കാൻ അവർക്ക് പേടിയായിരുന്നു. വീട്ടിൽ എന്താകും എന്നൊക്കെ ഉള്ള ഒരു പേടി അന്ന് അവർക്കുണ്ട്. പക്ഷെ ഞാൻ ഈ കലാരംഗത്തായ കാരണം എനിക്ക് അങ്ങനെ ഒരു പേടി വന്നില്ല. ഞാൻ ഇന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാരെന്ത് പറയും? പക്ഷെ ഞാൻ എൻ്റെ നാട്ടിലും പുറത്തും ഒക്കെ ഞാൻ ഡാൻസ് ചെയ്തേക്കണൊക്കെ ഫീമെയിലില്ല. അത് കാരണം എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട്, ഞാനൊരാണാന്നുള്ളൊരു നാട്ടിലും കണ്ട് ആൾക്ക് അറിയില്ല. വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴും ഞാനിങ്ങനെയല്ലേ നടക്കണേ, അപ്പം എന്താണെന്ന് അറിയില്ല. ചേച്ചി പറഞ്ഞ പോലെ തന്നെ മനുഷ്യനാണ് അൾട്ടിമേറ്റ്. ഞാൻ പറഞ്ഞ പോലെ അത് ട്രാൻസ് ആയിക്കൊള്ളട്ടെ, ആണായിക്കൊള്ളട്ടെ, പെണ്ണായിക്കൊള്ളട്ടെ, എല്ലാം ഈക്വൽ മനുഷ്യരാണ്. അത് റെസ്പെക്റ്റ് ചെയ്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാനാണെങ്കിലും ചേച്ചീനെ റെസ്പെക്റ്റ് ചെയ്യണം. അതിൽ കാശോ സൗന്ദര്യമോ പണമോ അല്ല എന്താ പറയുക സൊസൈറ്റിയിലുള്ള ഒരു ഇതോ ഒന്നുമല്ല. മനുഷ്യനാണ്. ചേച്ചി പറഞ്ഞ പോലെ അങ്ങോട്ട് പോയാൽ ചിലപ്പം നമ്മൾ തിരിച്ചു വരും. എടുത്ത ശ്വാസം പിന്നെ വിടാൻ പറ്റുമോയെന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ ജീവിക്കുകയാണ്. അങ്ങനെയുള്ളതുകൊണ്ട് ഇപ്പം ഞാൻ പറയണേ, ഈ താഴ്ന്ന പിള്ളേരെ ഒന്നും ഇവർ അംഗീകരിക്കുന്നില്ല. ഇവിടെയുള്ള ഈ എറണാകുളത്തുള്ള എല്ലാ വലിയ വലിയ ടീമുകൾക്ക് ഇവർക്ക് എല്ലാം ചാൻസ് കൊടുക്കുന്നത്. ഈ ഒന്നും അല്ലാത്ത പിള്ളേരെ അവർ കരകയറ്റിക്കൊണ്ട് വരട്ടെ. എന്തെല്ലാം കഴിവുള്ള പിള്ളേരുണ്ട്, എന്തെല്ലാം രീതിയിൽ കഴിവുള്ള പിള്ളേർ ഇപ്പോഴും കിടന്ന് ബുദ്ധിമുട്ടുണ്ട്. അവരാരും അവർ നോക്കണില്ലല്ലോ. ഇവർക്ക് പറ്റിയ ആൾക്കാർക്ക്, ഈ കൊച്ചമ്മമാർക്ക് പറ്റിയ ആൾക്കാർ മാത്രമേ അവരെടുക്കണുള്ളൂ. പക്ഷേ സൗന്ദര്യം ഇല്ലായിരിക്കും, ചിലപ്പോൾ പ്രായമായിട്ട് ഉണ്ടാവും, പക്ഷെ അവർക്കും ഓരോ കഴിവുണ്ടാവും ഇല്ലേ? അപ്പോൾ ആ കഴിവൊക്കെ അംഗീകരിച്ച് അവരെ നമ്മൾ ചേർത്ത് പിടിച്ച് അവരെ ഒരുപോലെ കൊണ്ടുവരാൻ ശ്രമിക്കണം. ചേച്ചിയുടെ ആ മെസ്സേജ് തന്നെ ഭയങ്കര രസമാണ്. നമ്മൾ പറഞ്ഞ പോലെ ആരും ഒരു കഴിവ് കുറഞ്ഞവരോ ഒന്നുമല്ല, എന്തെങ്കിലും അവർക്ക് ഉണ്ടാവും. അത് കണ്ടുപിടിച്ച് പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്കും ട്രാൻസ്ജെൻഡർ സൊസൈറ്റീനെ മൊത്തത്തിൽ അടിച്ചാക്ഷേപിച്ച് സംസാരിക്കാൻ പോലും താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. അല്ല, ചേച്ചി അങ്ങനെ സംസാരിച്ചു എന്നല്ല, എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടേത് മഞ്ഞുരുകുന്ന പോലത്തെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തീരട്ടെ, ചേച്ചിയുടെ പ്രശ്നങ്ങളൊക്കെ മാറട്ടെ. വീണ്ടും വന്നതിൽ ഭയങ്കര സന്തോഷം ചേച്ചി. താങ്ക് യു.